ഇന്നത്തെ നമ്മുടെ വീഡിയോ തനിനാടൻ രീതിയിൽ അമരക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് അമരക്ക എടുത്തു വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇതിന്റെ അരികു ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത്രയും വലിയ പീസുകളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യമായ 3-4 പച്ചമുളകും കൂടെ ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണയും ഒരു ചെറിയ സവാളയും കട്ട് ചെയ്ത് ചേർക്കണം. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അമരക്ക പയർ കൂടെ ചേർത്ത് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കാം. 2 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തപ്പോഴേക്കും നമ്മുടെ പയർ ഇവിടെ നല്ല പോലെ തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അമരക്ക വേവിച്ചെടുക്കുവാണെങ്കിൽ ഒരു തരി പോലും കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും സാധിക്കും. ഇനി മൂടി തുറന്നു വെച്ച് ഈ ഒരു അമരക്കയിലുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടാനായിട്ട് നടുഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മാറ്റിവെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് 20 കൊച്ചുള്ളി ചതച്ചെടുത്തിട്ടുള്ളതും 1 സ്പൂൺ അളവിലെ ചതച്ച മുളകും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അമരയ്ക്ക കൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് പൊതിഞ്ഞ് മൂടി വെക്കാം. വീണ്ടും മൂടി അടച്ച് 2 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ അമരക്കയിലുള്ള വെള്ളവും വറ്റി വന്നിട്ടുണ്ടാകും. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമരക്ക ഇവിടെ വേവായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ അമരക്ക താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മറ്റൊരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിലെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. താളിപ്പൊക്കെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അമരക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അമരക്കയും ചേർത്ത് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിയിച്ചെടുക്കണം. അതുവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്തും നമ്മുടെ അമരക്ക നല്ല കളറോട് കൂടി തന്നെയാണ് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുള്ളത്. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിവായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോഴേക്കും നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ളതും ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ അമരക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ്. ഇനി നല്ല ചൂട് ചോറിന്റെ ഒപ്പം സെർവ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും അമരക്ക തോരൻ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാചക രീതിയാണ് നമ്മളിന്ന് വീഡിയോ കൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.